മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. യേശുവേ എൻ കണ്ണുകളെ നിൻ കണ്ണുകളാക്കണമേ. യേശുവേ എൻ കണ്ണുകളെ നിൻ കണ്ണുകളാക്കണമേ. യേശുവേ എൻ കാതുകളെ നിൻ കാതുകളാക്കണമേ. യേശുവേ എൻ കാതുകളെ നിൻ കാതുകളാക്കണമേ. ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. കാരുണ്യ മുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ഹല്ലേലൂയ 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 ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, 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 മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയുടെ ഏറ്റവും ആരാധ്യമായ തിരുമുഖമേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മാലാഖമാരുടെ ആനന്ദമായ ഈശോയുടെ തിരുമുഖമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആനന്ദത്തിൻ്റെ പൂർണ്ണതയായ ഈശോയുടെ തിരുമുഖമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പരിശുദ്ധമ്മയും യൗസേപ്പ് പിതാവും കണ്ട ഈശോയുടെ ആരാധ്യമായ തിരുമുഖമേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. താബോറിൽ രൂപാന്തരപ്പെട്ട ഈശോയുടെ ആരാധ്യമായ തിരുമുഖമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുർബാനയായി തീർന്ന ഈശോയുടെ ആരാധ്യമായ തിരുമുഖമേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ശോഭയിലെന്ന ഈ ആരാധന വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ തിരുമുഖത്തിൻ്റെയും ഈശോയുടെ തിരുനാമത്തിൻ്റെയും ഭക്തി നമ്മൾ ആഘോഷിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ദിവ്യകാരുണ്യ ശോഭയിലെന്ന ഈ ശുശ്രൂഷ. നമ്മൾ ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിക്കുന്നു, ഈശോയുടെ തിരുമാറിൽ ചാഞ്ഞു കിടക്കുന്നു,
ഈശോയുടെ തിരുനാമം വിളിച്ച് അപേക്ഷിക്കുന്നു. ഈശോയുടെ തിരുമൊഴി കേട്ട് ആനന്ദിക്കുന്നു. ഈശോയുടെ തിരുനാമ ഭക്തി തന്നെയാണ് തിരുമുഖ ഭക്തി എന്ന് പറയുന്നത്. ഈശോയുടെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈശോയുടെ തിരുമുഖത്തെ വണങ്ങേണ്ടതെന്ന് ഈശോ തന്നെ വ്യക്തികൾക്ക് നൽകിയ വെളിപാടുകളിലൂടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈശോയുടെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് തിരുമുഖത്തെ വണങ്ങേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈശോയുടെ തിരുമുഖത്തെ പിതാവിന് സമർപ്പിക്കേണ്ടത്. ഈശോയുടെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോയുടെ തിരുമുഖത്തിൽ പറ്റിയ ആ അഴുക്കുകളെ, മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായി ഈശോയുടെ തിരുമുഖത്തിൽ പുരണ്ട ചേറിനെ, രക്തത്തെ തുടച്ചു മാറ്റേണ്ടത് യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിരുനാമത്തെക്കുറിച്ചാണ്. ഈശോയുടെ തിരുനാമത്തെക്കുറിച്ച് വചനം എന്താണ് പഠിപ്പിക്കുന്നത്, തിരുസഭ എന്താണ് പഠിപ്പിക്കുന്നത്, യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ആഴത്തിൽ സാവധാനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് ഈശോയുടെ തിരുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി ലഭിക്കുന്ന 6 പ്രധാനപ്പെട്ട ഗുണങ്ങളെക്കുറിച്ചാണ്. ആത്മീയമായിട്ടുള്ള 6 ഗുണങ്ങളെക്കുറിച്ച്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് തിരുനാമത്തെക്കുറിച്ചുള്ള 7 വചന ചിന്തകളാണ്. വചനം നമ്മെ പഠിപ്പിക്കുന്ന 7 കാര്യങ്ങൾ. അതിലൊന്നാമത് യേശുനാമത്തിലുള്ള പ്രാർത്ഥന ഫലദായകമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുനാമത്തിലുള്ള പ്രാർത്ഥന ഫലദായകമാണ്. നമുക്ക് വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുപറയാം, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ഉം 24-ഉം തിരുവചനങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഈശോ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: യേശുനാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ആ പ്രാർത്ഥന ഫലദായകമാണ് എന്ന്. രണ്ടാമതായി, യേശുനാമം ആരാധനയ്ക്ക് യോഗ്യമായ നാമമാണ് എന്നാണ്. ഈശോയുടെ നാമം ഏറ്റവും ആരാധ്യമായ നാമമാണ്. എല്ലാ സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യമായ നാമമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മളത് ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈശോയുടെ നാമത്തിൻ്റെ മുൻപിൽ എല്ലാ മുട്ടുകളും മടങ്ങും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് യേശുനാമം ആരാധ്യമായ നാമമാണ്. പാരമാരാധ്യമായ, എല്ലാ സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യമായ നാമമാണ്. അതുകൊണ്ട് യേശുനാമം എത്ര പ്രാവശ്യം വിളിച്ച് പ്രാർത്ഥിച്ചാലും, എത്ര അധികമായി യേശുനാമത്തെ വാഴ്ത്തിപ്പാടിയാലും അത് അധികമാവുകയില്ല. വചനം അതുകൊണ്ട് ഇങ്ങനെ പറയാണ്: സർവ്വ കഴിവുകളോടും കൂടെ നിങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നിങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. അത് എത്രയായാലും അധികമാവുകയില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി വചനം പറയുന്ന കാര്യമാണ്: യേശുനാമം ആരാധനയ്ക്ക് യോഗ്യമായ നാമമാണ്.
മൂന്നാമതായി വചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, യേശുനാമം രക്ഷ നൽകുന്ന നാമമാണ്. 2 വചനങ്ങൾ നമുക്കതിന് വേണ്ടിയിട്ട് വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നമുക്ക് വചനം ഒന്ന് ഏറ്റുപറയാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം: ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മറ്റൊരു വചനം എങ്ങനെയാണ്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ തിരുവചനം, റോമർ 10:13. എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് നമുക്ക് പറയാം. റോമർ 10:13 തിരുവചനം. എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, 4-ാമതായി വചനം യേശുനാമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന, വചനം നൽകുന്ന 4-ാമത്തെ ഒരു ചിന്തയാണ്, യേശുനാമം പാപമോചനം നൽകുന്ന നാമമാണ്. 1 യോഹന്നാൻ 2:12 നമ്മളിങ്ങനെ വായിക്കുകയാണ്. 1 യോഹന്നാൻ 2:12. കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, അവൻ്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, അവൻ്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 2:12 തിരുവചനം. അതായത് യേശുനാമം നമുക്ക് പാപമോചനം നൽകുന്ന നാമമാണ് എന്നതാണ് 4-ാമത്തെ ഒരു വചനചിന്ത. പ്രിയപ്പെട്ടവരെ, 5-ാമതായി യേശുനാമം വിശ്വാസം ഏറ്റുപറയാനുള്ള നാമമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുനാമം വിശ്വാസം ഏറ്റുപറയാനുള്ള നാമമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനങ്ങൾ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അതായത് യേശുനാമം വിശ്വാസം ഏറ്റുപറയാനുള്ള നാമമാണ്. നമ്മൾ ഈശോയേന്ന് ഉച്ചത്തിൽ വിളിക്കുമ്പോൾ അത് നമ്മൾ ഞാൻ ഈശോയുടെ ആളാണ് എന്ന് നമ്മെ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അതുമാത്രമല്ല, ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഈശോ ദൈവപുത്രനാണ്, അവൻ എൻ്റെ രക്ഷകനാണ്, അവനിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, അവൻ എൻ്റെ സർവസ്വവുമാണ് എന്ന് മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് ഏറ്റുപറയാനുള്ള നാമമാണ് യേശുനാമം. അത് വിശ്വാസം പറയുന്നതിനുള്ള നാമമാണ്. പ്രിയപ്പെട്ടവർ, 6-ാമതായി വചനം നൽകുന്ന ചിന്തയാണ്, യേശുനാമം സൗഖ്യം നൽകുന്ന നാമമാണ്. നമുക്ക് വചനത്തിൽ ഒത്തിരിയേറെ ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 6-ാമത്തെ തിരുവചനം മാത്രം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3:6 പത്രോസ് സുന്ദര കവാടത്തിൻ്റെ മുൻപിൽ ഭിക്ഷ അയച്ചുകൊണ്ട് ഇരുന്ന ആ മുടന്തനോട് ഇങ്ങനെ പറയാണ്, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. നമുക്കറിയാം, പത്രോസ് അവനോടത് പറഞ്ഞു, യേശു നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു, തുള്ളിച്ചാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയെന്നാണ് വചനം പറയുന്നത്. യേശുനാമം സൗഖ്യം നൽകുന്ന നാമമാണ്. പ്രിയപ്പെട്ടവരച്ഛൻ, ഒത്തിരിയേറെ മക്കൾ കട്ടിലിൽ കിടന്നു വന്നവർ, ആംബുലൻസിൽ സ്ട്രെച്ചറിൽ കൊണ്ടുവന്നവർ എഴുന്നേറ്റ് നടന്നു പോകുന്നത് കാണാനായിട്ട് കർത്താവ് ഇട വന്നിട്ടുണ്ട്. അവരൊക്കെ അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചത് ഈശോയേന്ന് വിളിച്ച് അത്ഭുതകരമായ ആ നിമിഷത്തിൽ തന്നെ സൗഖ്യം പ്രാപിക്കുന്നത് ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ, 1 2 പറഞ്ഞാൽ അത് തീരാത്തത് കൊണ്ട് ഉദാഹരണങ്ങൾ പറയുന്നില്ല. ഇതൊരു ഉറപ്പാണ്, ഇതൊരു അനുഭവമാണ്. ഈശോയേന്ന് വിളിക്കുമ്പോൾ തളർന്ന് കിടക്കുന്നവർ, അനങ്ങാൻ പറ്റാതെ കിടക്കുന്നവർ എഴുന്നേറ്റ് നടന്നു പോകുന്നത് കാണാനുള്ള ഭാഗ്യം നമ്മുടെ കണ്ണുകൾക്ക് കർത്താവ് ഈ കാലഘട്ടത്തിലും തരുമെന്നത് ഒരു ഉറപ്പാണ്. ഹല്ലേലൂയ. ഒടുവിൽ 7-ാമതായി യേശുനാമം നന്ദി പറയാനുള്ള നാമമാണ് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുനാമം നന്ദി പറയാൻ,
വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കർത്താവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യും? രക്ഷയുടെ കാസ ഞാൻ കൈരങ്ങളിലെടുത്ത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യും? രക്ഷയുടെ കാസ കരങ്ങളിലെടുത്തിട്ട് ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അതുപോലെ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്. എഫേസുസ് 5:20, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ആ വചനം എന്ന് നമുക്ക് ഏറ്റു പറയാം. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതൊരു കൃതജ്ഞതാ ബലിയാണ്. വചനം പഠിപ്പിക്കുകയാണ്. യേശുനാമം നന്ദി പറയാനുള്ള നാമമാണ്. നമുക്ക് ഇന്ന് ഈ 7 വചന ചിന്തകൾ, യേശുനാമത്തെക്കുറിച്ചുള്ള 7 വചന ചിന്തകൾ ഹൃദയത്തിൽ ആഴത്തിൽ പതിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശുനാമത്തിലുള്ള പ്രാർത്ഥന ഫലദായകമാണ്. അത് ആരാധനയ്ക്ക് യോഗ്യമായ നാമമാണ്. അത് രക്ഷ നൽകുന്ന നാമമാണ്. യേശുനാമം പാപമോചനം നൽകുന്ന നാമമാണ്. യേശുനാമം വിശ്വാസം ഏറ്റുപറയാനുള്ള നാമമാണ്. യേശുനാമം സൗഖ്യം നൽകുന്ന നാമമാണ്. യേശുനാമം നന്ദി പറയാനുള്ള നാമമാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ തിരുമുഖം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ആരാധന നടത്തുന്നത്. ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ തിരുമുഖം നമ്മൾ വിശ്വാസത്തിൽ കാണുകയാണ്, അതനുഭവിക്കുകയാണ്. ഓരോ പ്രാവശ്യം ഈശോയെന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഈശോയെ കാണുമ്പോൾ ആത്മാവിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വരുന്നത് ഒരു ആത്മീയ അനുഭവമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമം ആരാധ്യമായ നാമമാണ്. അത് നമ്മുടെ പരമമായ ആനന്ദത്തിൻ്റെ നാമമാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം. സകല വിശുദ്ധരുടെയും മകുടമായ ഈശോയേ, കന്യകമാരുടെ വിശുദ്ധിയായ ഈശോയേ, രക്തസാക്ഷികളുടെ ശക്തിയായ ഈശോയേ, സുവിശേഷകരുടെ അധ്യാപകനായ ഈശോയേ, ഞങ്ങളുടെ വഴിയും ജീവനുമായ ഈശോയേ. കരപിടിച്ചോ. യേശുവിൻ്റെ നാമം ആരാധ്യമായ നാമം, എൻ്റെ പരമാനന്ദമായ നാമം. 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 സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എൻ്റെ പരമാനന്ദമായ നാമമേ, എല്ലാം ഒട്ടും മടങ്ങുന്ന നാമമേ. ചതിൽ വിളിക്കട്ടെ ഈശോയേ. എന്നെ കാണുന്നവനേ, എന്നെ കേൾക്കുന്നവനേ, സ്വർഗം നിറഞ്ഞു നിൽക്കുന്ന നാമമേ, ഭൂമി നിറ
നിറഞ്ഞു നിൽക്കുന്ന നാമമേ, ദരിദ്രരുടെ പിതാവായവനേ, വിശ്വാസികളുടെ നിധിയായവനേ, കരമടിച്ചോ. യേശുവിൻ്റെ നാമം ആരാധ്യമായ നാമം, എൻ്റെ പരമാനന്ദമായ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ തിരുമുഖം കണ്ടു വിളിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് സാധിക്കുന്നവർ മുട്ടുകുത്തി 7 നിയോഗങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുനാമത്തിൻ്റെ പുണ്യയോഗ്യതകളാൽ സ്വർഗം നമുക്ക് കനിഞ്ഞു തരണമെന്ന് നമ്മൾ ഇപ്പോൾ ഈ സമയം ആഗ്രഹിക്കുന്ന 7 നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഓരോ പ്രാവശ്യവും ഈശോയേന്ന് വിളിക്കുമ്പോൾ ഈശോയുടെ തിരുമുഖം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു വരുന്നത് വിശ്വാസത്തിൽ കാണുക. ആത്മാവിൽ അത് തെളിയുന്നു. ഓരോ പ്രാവശ്യം ഈശോയേന്ന് വിളിക്കുമ്പോൾ ഈശോയുടെ തിരുമുഖം പിതാവിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ കണ്ണുകൾ, കാതുകൾ, ഈശോയുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് ഈശോയുടെ തിരുമുഖത്തുള്ളത്. ഈശോയേന്ന് വിളിക്കുമ്പോൾ ഈശോയുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ പിതാവിന് സമർപ്പിക്കുകയാണ്. ഈശോയുടെ തിരുമുഖത്തിൽ ഈശോയുടെ തിരുഹൃദയമുണ്ട്, ഈശോയുടെ സ്നേഹമുണ്ട്, ഈശോയുടെ കാരുണ്യമുണ്ട്, ഈശോയുടെ വ്യക്തിത്വമുണ്ട്. നമുക്ക് 2 കരങ്ങളും ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യ ആശീർവാദം നമ്മെ അനുഗ്രഹിച്ച് നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരാശീർവാദമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ഈശോയേ, 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 സാധിക്കുന്നവരൊക്കെ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.